ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാരണം എന്താണെന്ന് പറയാം. ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ആകെ രണ്ട് വെജിറ്റബിൾസേ ഉള്ളൂ. ഒരു 2 വഴുതനങ്ങയും 2 തക്കാളിയും. സോ ഞാൻ അത് വെച്ചിട്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ബുദ്ധി തോന്നിയത്. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ വഴുതനങ്ങയും അതേപോലെ തന്നെ തക്കാളിയും നന്നായിട്ട് അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തു. അതിനകത്ത് എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടിക്കാൻ ഇട്ടു. ഓക്കെ. സോ ഇതിൽ വളരെ മിനിമമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ തന്നെ സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സവാള അങ്ങനെ എടുത്തു. സവാള ഇത്തിരി കൂടുതൽ എടുത്തു കേട്ടോ. ഒരു സവാള എടുത്ത് കുറച്ച് കരിവേപ്പില എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ കരിവേപ്പിലയൊന്നും ഇട്ടിട്ടൊന്നുമില്ല. സവാള പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത്തിരി ഉപ്പിട്ടു. സവാള ഉപ്പിട്ടു. അതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഭയങ്കര ബ്രൗൺ കളറൊന്നും വേണ്ട, പക്ഷെ എന്നാലും നല്ല രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടി, ഇത്രയുമാണ് ഞാൻ ഇട്ടത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റ് കൂടുതൽ കിട്ടും. എല്ലാം അല്പം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാകെ കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്ന അതാണ്. സോ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ വഴുതനയും തക്കാളിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരുവിധം അത് ആ എണ്ണയും ഇത് പിടിച്ചതിന് ശേഷം ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിക്കുന്നത്. സോ ഇത്തിരി ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തു. എല്ലാ മഞ്ഞളും എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നന്നായിട്ടൊന്ന് എണ്ണയിൽ തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് വാട്ടി കൊടുക്കുന്നത്. സോ അല്പസമയം ഞാൻ നന്നായിട്ട് ആ രീതിയിൽ വാട്ടിയതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓക്കെ. സോ വെള്ളം ഒഴിച്ചു കൊടുത്തത് എനിക്ക് ഗ്രേവി പരുവത്തിൽ വേണ്ടതുകൊണ്ടാണ്. സോ ഞാൻ വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങയ്ക്കും തക്കാളിക്കും ഭയങ്കര വേവ് കുറവാണ്. അപ്പോൾ അത്ര ഇതുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഓട്ടഞ്ഞ് നല്ല സോഫ്റ്റ് ആൻഡ് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി നേരം മൂടി വെച്ച് വേവിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, മൂടി വെക്കാണ്ടും വേവിക്കാം. ഇത് പെട്ടെന്നാവുന്നൊരു കറിയാണ്. സോ ഈ രീതിയിൽ മൂടി വെച്ച് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പി നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ വളരെ കുറച്ച് വെജിറ്റബിൾസ് ഉള്ളപ്പോഴും ഇതൊരു അടിപൊളി കറിയായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് കിട്ടി. സോ യു ഗൈസ് ഓൾസോ ട്രൈ ദിസ് ന്യൂ റെസിപ്പി.